ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഗെറ്റപ്പൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഓണാഘോഷത്തിന്റെ പരിപാടിയാണ് തന്നെ. അതായത് ഞങ്ങൾ ഇടുക്കി അസോസിയേഷന്റെ പ്രോഗ്രാമാണ് ഇന്ന്. അപ്പൊ ഞങ്ങളെല്ലാവരും ഒരുങ്ങി റെഡി ആയിരിക്കുവാണ്. പിന്നെ നമുക്ക് അവിടെ പോകുന്ന വിശേഷങ്ങളും അവിടെ എന്തൊക്കെയാന്നൊക്കെ കാണിക്കാൻ കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ സമയം പോലെ ഞങ്ങൾ അവിടെ ചെന്ന് കേട്ടോ. ഇത് സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. ഞാനിത് വോയിസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് വോയിസ് കൊടുക്കുന്നത്. അവിടെ അകത്തുനിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് വോയിസ് കൊടുക്കുന്നത്. ഇത് ഇപ്പൊ കാണുന്നത്, നിങ്ങൾ കാണുന്നത് ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ആണ് കാണുന്നത്. അപ്പോൾ ഒരു സൈഡില് മറ്റേ ചെണ്ടമേള ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഘോഷയാത്രയായിട്ട് നമ്മൾ അകത്തോട്ട് ഹാളിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ചേട്ടനാണ് മാവേലി ആയിട്ട് എല്ലാ വർഷവും വരുന്നത്. നല്ല ഐശ്വര്യമുള്ള ഒരു മാവേലി തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ വർഷവും കിട്ടുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ലേറ്റ് ആയിട്ട് വന്നാലും കേട്ടോ. പിന്നെ മാവേലിയുടെ കൂടെ നിന്ന് ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഹാളിലേക്ക് പോയി കേട്ടോ. അപ്പം ഘോഷയാത്രയായിട്ട് എല്ലാവരും ഹാളിന്റെ ഉള്ളിലേക്ക് വന്ന് പിന്നെ അവിടെ ചെണ്ടമേളം നടക്കുന്നുണ്ട്. ചെണ്ടമേളത്തിനനുസരിച്ച് അവിടെയുള്ള ചേട്ടന്മാർ, ഇടുക്കിക്കാര് ചേട്ടന്മാരെല്ലാം അതിനെ ആർപ്പോവിളിയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവരെല്ലാവരും അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പ്രവാസ ജീവിതത്തിന്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഈ ഒരു മൊമെന്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ കുറെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നിനും മെച്ചായിരുന്നു കേട്ടോ. എല്ലാം നല്ലതായിരുന്നു, നമുക്കൊന്നും തെറ്റു പറയാനായിട്ടില്ല. എല്ലാം നന്നായിട്ട് തന്നെ അവർ അവതരിപ്പിച്ചു. ഇതെന്ന് പറയുന്നത് ഇടുക്കിക്കാരുടെ കപ്പിൾ ഡാൻസ് ആട്ടോ. അവര് കപ്പിൾ ഡാൻസ് കളിച്ചതാണ്. എല്ലാം അത് നല്ലതായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങള് സദ്യ കഴിക്കാൻ വേണ്ടി പോയി. ഒത്തിരി പേരുള്ളത് കൊണ്ട് തന്നെ അവര് കളർ കോഡ് തന്നേക്കുമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് പോയി നമ്മൾ കഴിക്കുമ്പോൾ ഒത്തിരി തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ട് പോരാൻ പറ്റും കേട്ടോ. നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഊണായിരുന്നു. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കറികളൊക്കെ ഒന്നിനൊന്നും മെച്ചായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ സാധനം വന്ന് പായസം. അതിലേക്ക് നമ്മൾ അതിന്റെ മേളിലോട്ട് പപ്പടം ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് പിന്നെ പഴവും കൂടി ഇട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് കുഴക്കണം. ആ കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മളത് കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് പറയാൻ മേല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ പാൽപ്പായസം ഉണ്ടായിരുന്നു, അതും ഒഴിച്ചു കേട്ടോ. അതും ഒഴിച്ചിച്ചിരി കഴിച്ചു. അപ്പം വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്തും ബാക്കിൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ തവണത്തെ ഓണാഘോഷം കളർഫുൾ ആക്കിയ ഒരാളാണ് അരുൺ ഗിന്നസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കാം. പുള്ളി മെയിലും ഫീമെയിൽ വെർഷനൊക്കെ ഒരേപോലെ തന്നെ കൈകാര്യം ചെയ്യും. പിന്നെ എക്കോ സിംഗിങ് ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ പാട്ടും നല്ല അടിപൊളി പാട്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞ് ഈ ഒരു തിരക്ക് പിടിച്ച പ്രവാസ ജീവിതത്തിന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ റിലാക്സേഷൻ എന്നൊക്കെ പറയുന്ന ഇതാണ്. എല്ലാം മറന്ന് സത്യമായിട്ടും പറഞ്ഞ എൻജോയ് ചെയ്ത്. ഇത് പിന്നെ ജാസ് ഡാൻസ് അക്കാദമിയുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. 2 ഡാൻസ് ഉണ്ടായിരുന്നു അവരുടെ. ഒന്നിതും പിന്നെ ഈ ഒരു ഡാൻസും. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം തീർന്നത് വൈകുന്നേരം ഒരു 5 മണിയോടുകൂടിയാണ് തീർന്നത്. അരുൺ ഗിന്നസിന്റെ ഒരു ചെയിൻ സോങ്ങും ആയിട്ടാണ് തീർന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ലാസ്റ്റ് ആ ചെയിൻ സോങ് നടക്കുന്ന സമയത്ത് എല്ലാവരും ആണെന്നും പെണ്ണെന്നും കുട്ടികളെന്നും ഒരു എന്താ പറയുക പ്രായ വ്യത്യാസം ഒന്നും ഇല്ലാതെ എല്ലാവരും പോയി ഡാൻസ് ചെയ്ത് ആ പാട്ടിനനുസരിച്ച് എല്ലാവരും എൻജോയ് ചെയ്ത്. ആ സമയത്ത് ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാട്ടോ. വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ ചെയറും കാലിയായിട്ട് കിടക്കുവാണ്. എല്ലാവരും മുന്നിൽ പോയിരുന്ന് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്ത് അങ്ങനെ ഓണപ്പരിപാടി എല്ലാം തീർന്നു. ഇത്ര ഉള്ളായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. 5 മണി വരെ ആയിരുന്നു പ്രോഗ്രാം. രാവിലെ 10 മണിക്ക് തുടങ്ങിയതായിരുന്നു പ്രോഗ്രാം. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഓൺ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് ആവില്ല. അതുകൊണ്ട് അതാരാ പോകുന്നത്? പൂച്ചക്കുഞ്ഞ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂച്ച വന്നു, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊക്കെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.